നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസറുകളെ കുറിച്ചാണ്. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും ബയോളജിയുടെയും 5 ഇയർ BS MS പ്രോഗ്രാമുകളാണ് ഇവിടെ ലഭിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ അഭിരുചികൾക്കനുസരിച്ച് എഞ്ചിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും മേഖലയ്ക്കപ്പുറം സയൻസ് റിസർച്ച് ഓറിയൻറ്റഡായി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ 5 ഇയർ പ്രോഗ്രാം, അതായത് ബാച്ചിലർ ഓഫ് സയൻസും മാസ്റ്റർ ഓഫ് സയൻസും ഒരുമിച്ച് ലഭിക്കുന്ന ഈ പ്രോഗ്രാമുകൾ വലിയൊരു അനുഗ്രഹമാണ്. ഐസർ ഭോപ്പാലിൽ 4 ഇയർ BS പ്രോഗ്രാമുകളുമുണ്ട്. ഈ പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ പ്രൊസീജിയറുകളെക്കുറിച്ചും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ചും ഇവിടുത്തെ അഡ്മിഷൻ രീതികളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ഈ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ എവിടെയൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഐസർ ബരാംപൂർ, ഐസർ ഭോപ്പാൽ, ഐസർ കൊൽക്കട്ട, മൊഹാലി, പൂനെ, പിന്നെ നമ്മുടെ തിരുവനന്തപുരം ആൻഡ് തിരുപ്പതി. ഇങ്ങനെ 7 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 10 സെമസ്റ്ററുകളായി 5 വർഷത്തെ BS MS പ്രോഗ്രാമുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഫീസ് 50,000-ന് മുകളിലായിരിക്കും. മൊത്തം 5 വർഷത്തെ ഈ പ്രോഗ്രാമിൽ ആദ്യത്തെ 2 വർഷം എല്ലാ കുട്ടികൾക്കും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എന്നീ സബ്ജക്റ്റുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത 2 വർഷത്തിൽ ഒരു സബ്ജക്റ്റ് നമുക്ക് മേജർ സബ്ജക്റ്റായിട്ടും മറ്റൊരു സബ്ജക്റ്റ് മൈനർ സബ്ജക്റ്റായും തിരഞ്ഞെടുത്ത് അതിൽ നമുക്ക് റിസർച്ച് ചെയ്യാം. 5-ാമത്തെ വർഷം ഏത് സബ്ജക്റ്റാണോ നമ്മൾ മേജറായിട്ട് എടുക്കുന്നത് ആ സബ്ജക്റ്റിൻ്റെ പ്രോജക്റ്റ് വർക്കായിരിക്കും. അങ്ങനെ മൊത്തം 5 വർഷം കൊണ്ടാണ് ഈ BS MS പ്രോഗ്രാം, അതായത് നമ്മുടെ PGക്ക് തുല്യമായിട്ട് ഐസറുകളിൽ നിന്ന് നമുക്ക് റിസർച്ച് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രോഗ്രാമിന് 3 രീതിയിൽ അഡ്മിഷൻസ് എടുക്കാം. ഒന്ന്, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന, അതായത് KVPY ചാനൽ വഴി. രണ്ടാമത്തതായി നമ്മുടെ IITകളിലോട്ടുള്ള JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഐസറുകളിൽ അഡ്മിഷൻ എടുക്കാം. മൂന്നാമത്തത് വിവിധ ബോർഡുകളുടെ, സ്റ്റേറ്റിൻ്റെയും സെൻട്രൽ ബോർഡുകളുടെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ. മൂന്നാമത്തത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ബോർഡ് ചാനൽ, SCB ചാനൽ എന്ന് പറയുന്നു. നമുക്ക് മിനിമം 60% മുകളിൽ +2 ബോർഡ് എക്സാമിന് നമുക്ക് മാർക്കുണ്ടെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുക വഴി നമുക്ക് ഐസറിൽ ഈ BS MS പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാം. COVID-19 പാൻഡമിക്കിന് മുമ്പ് വരെ സ്റ്റേറ്റിൻ്റെയും CBSEയുടെയും ICSEയുടെയും ISCയുടെയും +2 ബോർഡ് എക്സാമിന് പ്രത്യേകം നിശ്ചിത ക്രൈറ്റീരിയ 94% മുകളിൽ മാർക്കുള്ളവർക്ക് മാത്രമേ SCB ചാനൽ വഴി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുവാൻ അർഹതയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കോവിഡ് മൂലം 2020 അക്കാഡമിക് ഇയർ കംപ്ലീറ്റായി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ BS MS പ്രോഗ്രാമുകളിലോട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ റിലാക്സേഷൻ വരുത്തുകയും +2-ന് 60% മാർക്കുള്ള ജനറൽ OBC വിഭാഗത്തിലെ വിദ്യാർത്ഥികളും 55% മാർക്കുള്ള SC ST PWD വിഭാഗത്തിലെ കുട്ടികളും ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ അർഹരാണ്. KVPY ചാനൽ വഴി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ 2021-22 ഫെലോഷിപ്പ് നേടിയ എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. JEE അഡ്വാൻസ്ഡ് വഴി അഡ്മിഷൻ എടുക്കാൻ ആദ്യത്തെ 15,000 റാങ്കിലുള്ള കുട്ടികൾക്കാണ് അർഹത. 2021-22 അക്കാഡമിക് ഇയറിലോട്ടുള്ള അഡ്മിഷൻ്റെ ഇമ്പോർട്ടൻസ് ഡേറ്റ്സിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. SCB ചാനൽ വഴി ഐസറിൽ അഡ്മിഷൻ എടുക്കാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സെപ്റ്റംബർ 17-ാം തീയതിയാണ്. KVPY ചാനൽ വഴിയും SCB ചാനൽ വഴിയും ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ടത് ജൂലൈ 1 മുതൽ ആഗസ്റ്റ് 31-ാം തീയതി വരെയാണ്. JEE മെയിൻ്റെ 2 സ്ട്രീമിനും കൂടെ എക്സാം ഇനിയും നടക്കാനുള്ളതുകൊണ്ട് JEE അഡ്വാൻസ്ഡിൻ്റെ സ്ട്രീം വഴിയുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 7 ഐസറുകളിലെയും മൊത്തം സീറ്റ് നമുക്കൊന്ന് നോക്കാം. ഐസർ ബരാംപൂറിൽ 256, ഐസർ ഭോപ്പാലിൽ 252, ഐസർ കൊൽക്കട്ടയിൽ 240, ഐസർ മൊഹാലിയിൽ 244,
ഐസർ പൂനെയിൽ 288, ഐസർ തിരുവനന്തപുരത്ത് 280, ഐസർ തിരുപ്പതിയിൽ 181, അങ്ങനെ മൊത്തം 1741 സീറ്റുകളാണ് ഐസറിൽ ഈ റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനായിട്ടുള്ളത്. ഇതിൽ 25% KVPY ചാനൽ വഴിയും JEE അഡ്വാൻസ്ഡ് വഴിയും അഡ്മിഷൻ എടുക്കുമ്പോൾ 75% സീറ്റുകളും SCB ചാനൽ, അതായത് +2-ന് 60% മാർക്കിന് മുകളിലുള്ളവർക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി അതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. ഐസർ ഭോപ്പാലിൽ BS ഡിഗ്രി പ്രോഗ്രാമിന് BS എഞ്ചിനീയറിംഗ് സയൻസ് എന്ന വിഷയത്തിൽ 73 സീറ്റുകളും BS എക്കണോമിക് സയൻസ് എന്ന വിഷയത്തിൽ 42, അങ്ങനെ മൊത്തം 115 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 7 ഐസറുകളിലും ഏതൊക്കെ പ്രോഗ്രാമിലാണ് റിസർച്ച് ഓറിയൻറ്റഡായി നമുക്ക് BSMS പ്രോഗ്രാം ചെയ്യുന്നത് കൂടി നോക്കാം. നമ്മൾ ഓൺലൈനായി അപ്ലൈ ചെയ്യുമ്പോൾ ഐസറുകളുടെ പേരുകൾ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഏത് വിഷയത്തിലാണ് റിസർച്ച് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയുന്നില്ല. മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ആദ്യത്തെ 2 വർഷവും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എല്ലാ കുട്ടികൾക്കും പഠിക്കണം. അതിനുശേഷം 3-ാമത്തെ വർഷമാണ് ഇതിൽ ഏത് സബ്ജക്റ്റാണ് മേജറായിട്ട് പഠിക്കണം, ഏത് സബ്ജക്റ്റാണ് മൈനറായിട്ട് പഠിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഈ പ്രോഗ്രാമുകൾ നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്തോ അലോട്ട്മെൻറ്റ് സമയത്തോ ഇതിൽ ഏതൊക്കെ പ്രോഗ്രാമുകളാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പകരം ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെ ഐസറുകളിലാണ് അഡ്മിഷൻ വേണ്ടതെന്നുള്ള പ്രിഫറൻസ് ഓർഡർ നിർബന്ധമായും കൊടുത്തിരിക്കണം. അത് അലോട്ട്മെൻറ്റ് സമയത്ത് മാറ്റുവാൻ നിർവാഹവുമില്ല. അതായത് ഏത് ഐസറുകളിലാണ് അഡ്മിഷൻ വേണ്ടതെന്ന് ഇപ്പോൾ നമ്മൾ ആഗസ്റ്റ് 31-നുള്ളിൽ ഓൺലൈനായി ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരിക്കണമെന്ന് അർത്ഥം. ഐസർ ബരാംപൂറിൽ BSMS പ്രോഗ്രാം ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ 4 സബ്ജക്റ്റുകളാണുള്ളത്. ഐസർ ഭോപ്പാലിൽ ബയോളജിക്കൽ സയൻസ്, കെമിസ്ട്രി, എർത്ത് ആൻഡ് എൻവിറോൺമെൻറ്റൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നീ വിഷയങ്ങളും 4 വർഷത്തെ BS പ്രോഗ്രാം കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഡാറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക് സയൻസ് എന്നീ വിഷയങ്ങളുമാണുള്ളത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇതിൽ ഏത് വിഷയത്തിലാണോ നിങ്ങൾക്ക് കൂടുതൽ ആഗ്രഹം അതനുസരിച്ചുള്ള ഐസറുകൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഓർഡറിൽ വെക്കേണ്ടതാണ്. ഐസർ കൊൽക്കട്ടയിൽ ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, ജിയോളജിക്കൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ സബ്ജക്റ്റുകളും ഐസർ മൊഹാലിയിൽ ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് എന്നീ ശാഖകളുമാണുള്ളത്. ഐസർ പൂനെയിലാവട്ടെ ബയോളജി, കെമിസ്ട്രി, എർത്ത് ആൻഡ് ക്ലൈമറ്റ് സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നീ സബ്ജക്റ്റുകളും തിരുവനന്തപുരത്ത് ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ സബ്ജക്റ്റുകളും ഐസർ തിരുപ്പതിയിൽ BSMS ഇൻ സയൻസ് എന്ന പ്രോഗ്രാമുമാണ് നമ്മൾ ഐസറുകളിൽ റിസർച്ച് ഓറിയൻറ്റഡായി തിരഞ്ഞെടുക്കേണ്ടത്. KVPYയുടെയും JEE അഡ്വാൻസ്ഡിൻ്റെയും SCB ചാനൽ വഴിയുമാണ് അഡ്മിഷൻ പ്രോസസ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ 3 ചാനൽ വഴിയും അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റായി ഓൺലൈൻ അപ്ലൈ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒന്നതേ ഉള്ളൂ, പക്ഷേ ഓരോ ചാനലിലും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ, EWS, OBC, NCL കാറ്റഗറിക്കാർക്ക് 2000 രൂപയും PWD, SC, ST വിഭാഗക്കാർക്ക് 1000 രൂപയുമാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഫീസ്. SCB ചാനൽ വഴിയുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർക്കൊക്കെയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് കൂടി നോക്കാം. 2020 +2 ഓൾറെഡി പാസ്സായ കുട്ടികൾക്കും 2021 +2 കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്കും മാത്രമേ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാനാവുകയുള്ളൂ. 2019 +2 പാസ്സായ കുട്ടികൾക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പരിഗണിക്കുകയില്ല. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സിലബസിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ +1ൻ്റെയും +2ൻ്റെയും NCERT സിലബസ് തന്നെയാണ് ഈ എക്സാമിനായി ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഇതിൻ്റെ കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. +1 +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എടുത്തവർക്കും ഇനി മാത്സോ ബയോളജിയോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കാത്ത കുട്ടികൾക്കും ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഉദാഹരണത്തിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ എടുത്തവർക്കും
ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ എടുത്തവർക്കും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാം. പക്ഷേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എന്നിങ്ങനെ 4 സബ്ജക്റ്റും ഉണ്ടായിരിക്കും. 4 സബ്ജക്റ്റിനും 15 മാർക്ക് വെച്ച് 60 മാർക്കിലായിരിക്കും 180 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും ബയോളജിക്കും സെപ്പറേറ്റ് കട്ട് ഓഫ് ഇല്ല. കറക്റ്റ് ആൻസറിന് 3 മാർക്കും റോങ് റെസ്പോൺസിന് -1 ആയിരിക്കും സ്കോറിംഗ് രീതി. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബാസ്, കമ്പ്യൂട്ടർ എടുത്ത കുട്ടിക്ക് ബയോളജി ഒന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ വേണമെങ്കിലും ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. പക്ഷേ ബാക്കി 3 സബ്ജക്റ്റിനും സ്കോർ അതനുസരിച്ച് വേണമെന്ന് മാത്രം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓൺലൈൻ മോഡിലാണ് നടത്തുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിന് എക്സാം സെൻറ്റർ അവൈലബിൾ ആണ്. OBC, EWS, SC, ST റിസർവേഷനുകളും ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിന് 15%, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിന് 7.5 7.5%, OBC നോൺ ക്രിമിനൽ വിഭാഗത്തിന് 27%, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്ക് 5%, എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% സീറ്റുകളാണ് അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നിരിക്കുന്ന ഈ OBC NCL സർട്ടിഫിക്കറ്റിൻ്റെ ഈ ഫോർമാറ്റിൽ തന്നെ തഹസീൽദാരിൽ നിന്നാണ് OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് മേടിച്ച് ആഗസ്റ്റ് 31 നമ്മൾ ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ടത്. ഐസർ അഡ്മിഷൻസിൻ്റെ ഈ വെബ്സൈറ്റിൽ ഫോംസ് എന്നുള്ള ലിങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഫോർമാറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ SC STയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റും അവൈലബിൾ ആണ്. ഇതും തഹസീൽദാരിൽ നിന്നാണ് മേടിച്ച് അപ്ലോഡ് ചെയ്യേണ്ടത്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന കാറ്റഗറിയിൽ വരുവാൻ വേണ്ടി ഈ ഫോർമാറ്റ് തഹസീൽദാരിൽ നിന്ന് മേടിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു നാഷണൽ ലെവൽ എക്സാം ആയതുകൊണ്ട് തഹസീൽദാരിൽ നിന്ന് മേടിക്കുന്ന ഈ EW സർട്ടിഫിക്കറ്റിൻ്റെ നിബന്ധനകൾ നമുക്കൊന്ന് നോക്കാം. കൃഷിസ്ഥലം 5 ഏക്കറിൽ താഴെയായിരിക്കണം. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 1000-ൽ താഴെയായിരിക്കണം. റെസിഡൻഷ്യൽ പ്ലോട്ട്, അതായത് വീട് വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന സ്ഥലം പുരയിടം എന്ന വിഭാഗത്തിൽ വരുന്നത് മുനിസിപ്പാലിറ്റികളിൽ 2.5 സെൻറ്റിൽ താഴെയും പഞ്ചായത്തുകളിൽ 4.5 സെൻറ്റിലും താഴെയുമായിരിക്കണം. ഈ ക്രൈറ്റീരിയകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആനുവൽ ഇൻകം 8 ലക്ഷത്തിൽ താഴെയുള്ള വിഭാഗത്തിനെയാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. KVPYയുടെയും JEE അഡ്വാൻസ്ഡിൻ്റെയും SCB ചാനൽ വഴിയും അപ്ലൈ ചെയ്യുന്നതിനായി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ KVPYയുടെയും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനുള്ള SCB ചാനലുമാണ് ജൂലൈ 1 മുതൽ ആഗസ്റ്റ് 31 വരെ ഓൺലൈനായി അപ്ലൈ ചെയ്യുവാനായി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. 3 ചാനലുകൾ വഴിയും അഡ്മിഷൻ എടുക്കുന്നതിനായി ഒറ്റ രജിസ്ട്രേഷൻ മതിയാകും. പക്ഷേ ആപ്ലിക്കേഷൻ 3നും സെപ്പറേറ്റായി ചെയ്യണം. ആഗസ്റ്റ് 31 ഓൺലൈനായി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് കൂടി ഒന്ന് പരിശോധിക്കാം. 200 കിലോബൈറ്റ്സിൽ താഴെയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ JPEG ഫോർമാറ്റിൽ, 200 കിലോബൈറ്റ്സിൽ തന്നെ താഴെയുള്ള JPEG ഫോർമാറ്റുള്ള സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് റെഡിയാക്കിയിരിക്കണം. 2020 +2 പാസ്സായ കുട്ടികൾ +2വിൻ്റെ മാർക്ക് ലിസ്റ്റ് 1 MBയിൽ താഴെയുള്ള PDF-ൻ്റെയോ JPEG-ൻ്റെയോ ഫോർമാറ്റിൽ സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കണം. OBC NCL വിഭാഗം, EWS വിഭാഗം, SC ST PWD വിഭാഗങ്ങൾ നിർബന്ധമായും ആഗസ്റ്റ് 31 തന്നെ 1 MB സൈസിലുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം. ഓൺലൈന് അപ്ലൈ ചെയ്യുവാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫോട്ടോ, സിഗ്നേച്ചർ, 2020 പാസ്സായവർ +2വിൻ്റെ മാർക്ക് ലിസ്റ്റ്, റിസർവേഷൻ കാറ്റഗറിക്കാർ അവരുടെ സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കണം. ഫോട്ടോ ID വേണ്ടി ഉപയോഗിക്കുന്ന ആധാർ അല്ലെങ്കിൽ +2 ഹോൾ ടിക്കറ്റ് എന്നിവ മാൻഡേറ്ററി അല്ല, പിന്നീട് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇപ്പോൾ ഉണ്ടെങ്കിൽ 200 കിലോബൈറ്റ്സിൽ താഴെയുള്ള JPEG ഫോർമാറ്റിൽ അതും സ്കാൻ ചെയ്ത് വെക്കാം. PWD സർട്ടിഫിക്കറ്റും ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. ജനറൽ വിഭാഗത്തിനും OBC EWS വിഭാഗത്തിനും ആപ്ലിക്കേഷൻ ഫീസ് 2000 രൂപയും SC ST അതുപോലെ PWD വിഭാഗത്തിന് 1000 രൂപയുമായിരിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ്. ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. രജിസ്ട്രേഷനായിട്ട്
കാൻഡിഡേറ്റിൻ്റെ 10ാം ക്ലാസ് അല്ലെ 12ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റിലുള്ളതുപോലെ തന്നെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ ടൈപ്പ് ചെയ്യുക. ജെൻഡർ, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് എന്നിവ എൻ്റർ ചെയ്താണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയതിനു ശേഷം നാം രജിസ്റ്റർ ചെയ്ത മെയിൽ ഐ ഡിയിലേക്ക് പാസ്വേഡ് ഇമെയിലായി വരും. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇമെയിൽ ഐ ഡിയിൽ വന്ന പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലെത്തും. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് എന്നീ 3 പ്രോസസ്സുകൾക്ക് ശേഷമാണ് ഓൺലൈനായി ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്. പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ലിങ്ങിൽ ഫാദേഴ്സ് നെയിമും മദേഴ്സ് നെയിമും എൻ്റർ ചെയ്തതിന് ശേഷം റിസർവേഷൻ ലഭിക്കുന്ന കുട്ടികൾ തഹസീൽദാരിൽ നിന്ന് OBC NCL അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SC ST സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്ന കുട്ടികൾ ആ കാറ്റഗറികൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പരീക്ഷാ സമയത്തും ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സമയത്തും അഡ്മിഷൻ സമയത്തും വാലിഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ID പ്രൂഫ് നമ്മളുടെ ഉണ്ടാവണം. പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടേഴ്സ് ID, ഫോട്ടോ പതിപ്പിച്ച ബാങ്കിലെ പാസ്ബുക്ക്, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിൻ്റെയോ ഫോട്ടോ ഉള്ള മാർക്ക് ഷീറ്റ്, 12ാം ക്ലാസ്സിലെ സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ് എന്നിവ ഇതിനായി ഉപയോഗിക്കാം. അതിൻ്റെ നമ്പർ, മാർക്ക് ലിസ്റ്റ് ആണെങ്കിൽ റോൾ നമ്പർ, പാസ്ബുക്ക് ആണെങ്കിൽ അക്കൗണ്ട് നമ്പർ, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, ലൈസൻസ്, പാൻ കാർഡ് എന്നിവ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറായും എൻ്റർ ചെയ്താണ് നമ്മൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അഡ്രസ് ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന ലിങ്കിലേക്ക് പോകാം. 10ൻ്റെയും +2ൻ്റെയും ഡീറ്റെയിൽസ് ആണ് ഈ സെക്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം അവസാനമായി ഫോട്ടോയെ, സിഗ്നേച്ചർ, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ID എന്നിവ അപ്ലോഡ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫീസായ 2000 അല്ലെങ്കിൽ 1000 രൂപ ഓൺലൈനായി തന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് മുഖാന്തരം അടച്ച് അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഐസറുകളിലെ അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുന്നു. 2021 ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ ഓൺലൈനായി അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെ ഐസറുകളിലാണ് അഡ്മിഷൻ വേണ്ടതെന്നുള്ള പ്രിഫറൻസ് ഓർഡർ നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വെക്കണമെന്ന് പറഞ്ഞു. വിവിധ ഐസറുകളിലെ പ്രോഗ്രാമുകളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി തങ്ങൾക്ക് താല്പര്യമുള്ള പ്രോഗ്രാമുകൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണോ ഉള്ളത് അതനുസരിച്ച് പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കുക. റാങ്ക് വന്നതിന് ശേഷം അലോട്ട്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അവിടെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. നമുക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ട് നമ്മൾ ആ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ അടുത്ത വർഷം ആണെങ്കിലും ഐസറിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഇല്ലാതെ പോകും. അതുപോലെ മറ്റൊരു കാര്യം, ഈ സയൻസ് സബ്ജക്റ്റുകളുടെ റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാമുകളാണ് ഈ എല്ലാ ഐസറുകളിൽ നിന്നും നമ്മൾ പറഞ്ഞു. ഇതൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളല്ല. സയൻസിനെ ഇഷ്ടപ്പെടുന്ന കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഐസറുകൾ. അപ്പം ആ സബ്ജക്റ്റിനോട് അത്രയധികം താല്പര്യമുള്ള കുട്ടികൾ വേണം ഈ പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കുവാൻ. ഈ 5 വർഷത്തെ വിദ്യാഭ്യാസം ഒരു ഡേ സ്കോളറായി നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതൊരു കംപ്ലീറ്റ് റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. നമുക്ക് ഈ കാലയളവിൽ എപ്പോഴെങ്കിലും ഈ പ്രോഗ്രാം ഉപേക്ഷിച്ച് തിരിച്ച് നമുക്ക് മറ്റൊരു പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാനും ആവില്ല. 5 വർഷവും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ തരികയുള്ളൂ. എന്നാൽ സയൻസ് താല്പര്യമുള്ള കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് തന്നെ ISRO പോലെയുള്ള സ്ഥാപനങ്ങളിൽ റിസർച്ച് ചെയ്യണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഐസറുകൾ വലിയൊരു അനുഗ്രഹവുമാണ്. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും ബയോളജിയുടെയും സബ്ജക്റ്റുകളിൽ PhD ചെയ്യാനും അതിനുശേഷം ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും ഈ റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാനുള്ള വലിയൊരു സാധ്യതയാണ് ഐസറുകളിൽ ഇന്നുള്ളത്. അത് മനസ്സിലാക്കി ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ സമീപിച്ച് അത് മനസ്സിലാക്കി വേണം നാം ഐസറുകളിൽ അഡ്മിഷൻ എടുക്കുവാൻ. ഐസറുകളിൽ നിലവിലുള്ള സ്കോളർഷിപ്പ് സ്കീമുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KVPY ചാനൽ വഴിയാണ് നമ്മൾ കയറുന്നതെങ്കിൽ ആദ്യത്തെ 3 വർഷം 3500 രൂപ വീതവും അവസാനത്തെ 2 വർഷം 7000 രൂപ വീതമുള്ള സ്കോളർഷിപ്പ് നമുക്ക് അവൈലബിൾ ആണ്.
SCB ചാനൽ വഴിയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾക്ക് മാത്രമേ ഐസറുകളിൽ സ്കോളർഷിപ്പിന് അർഹതയുള്ളൂ. അല്ലാത്ത എല്ലാ കുട്ടികളും ഇയർലി 50,000 മുകളിൽ ആനുവൽ ഫീസ് അടയ്ക്കേണ്ടതാണ്. മൊത്തം 5 വർഷങ്ങളിലായി 10 സെമസ്റ്ററുകൾ ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ വർഷം മുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സബ്ജക്റ്റുകളിൽ ഒന്ന് മേജർ സബ്ജക്റ്റായും മറ്റൊന്ന് മൈനർ സബ്ജക്റ്റായും പഠിച്ച് ഈ BSMS പ്രോഗ്രാം ചെയ്യാമെന്നുള്ളതാണ് ഐസറുകളുടെ ഏറ്റവും വലിയ സവിശേഷത. അതായത് 2 സബ്ജക്റ്റുകളിൽ ഒരേ സമയം നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള സാധ്യത ഐസറുകളിലുണ്ട്. അതുപോലെ ഐസറുകളിൽ നിന്ന് നമ്മൾ ഈ BSMS പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് PhD ചെയ്യുവാനായി ഇന്ത്യയിലെ ഏത് ലാബുകളിലും നമുക്ക് അഡ്മിഷൻ കിട്ടുവാൻ വളരെ എളുപ്പമാണ്. ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ അവസാന ദിവസം ആഗസ്റ്റ് 31-ാം തീയതിയാണ്. എൻട്രൻസ് സംബന്ധിച്ചുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.